താങ്കൾക്ക് ധാരാളമായി നിഅമത്തുകൾ നാം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു തആല രണ്ട് പ്രധാനപ്പെട്ട കൽപ്പനകൾ മുന്നോട്ട് വെച്ചു. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. താങ്കൾ എന്ത് ചെയ്യണം? താങ്കൾ നമസ്കാരത്തെ അങ്ങേയറ്റം ഗൗരവത്തോടു കൂടി നിലനിർത്തണം. അതുപോലെ തന്നെ താങ്കളെ തന്നെ അല്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തെ തന്നെ ബലിയർപ്പിക്കണം. ഇങ്ങനെയുള്ള വലിയ ഒരു ബലി ചിന്തകളിൽ നിന്നും ബലിയുടെ വലിയൊരു സന്ദേശങ്ങളിൽ നിന്നുമാണ് ഒരു 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പെരുന്നാൾ സൂചന നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതിനെ കേവലം ഒരു ഇറച്ചിപ്പെരുന്നാളായിട്ട് അധപ്പതിപ്പിച്ച ഒരു സമൂഹമുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉൾക്കൊള്ളുന്ന മുസ്ലിം സമുദായമായിരിക്കും. കാരണം എന്താണ്? അവിടെ ചർച്ച ഇറച്ചിയാണ്. ഇവിടെ എന്തെങ്കിലും കുറവ് സംഭവിച്ചു. നമ്മുടെ മഹലിൽ 2 പോത്തിന്റെ കുറവുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഞാൻ അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. പെരുന്നാളെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു എന്താണ് ഇത്തരം ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷ സുദിനം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനിച്ചു എന്ന് പറയുമ്പോൾ ചിന്ത മുഴുവൻ ഇറച്ചിയാണ്. ഇറച്ചിയും പോത്തും കൊണ്ട് തല ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം 2 ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി എൻ്റെ മനസ്സിൽ നിന്നും ഇറങ്ങിപ്പോകാവുന്ന ഒരു പെരുന്നാളിന്റെ ആവേശം അത്രയേ ഉള്ളൂ. അതോടുകൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ ഞാൻ പുറത്താക്കി. കാരണം ഇന്ന് വരെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കുറിച്ചുള്ള ചർച്ചകൾ മിമ്പറുകൾ സജീവമെന്ന്. അടുത്ത ആഴ്ച മുതൽ പാടില്ല എന്നാണ്. ഇനിയിപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ കൊണ്ടുവരണമെങ്കിൽ അടുത്ത പെരുന്നാളാകണം, അല്ലെങ്കിൽ ദുൽഹജ്ജ് ആരംഭിക്കണം. അതുവരെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിടിക്ക് പുറത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ആചാര പരിപാടികൾ, ചില ചടങ്ങ് പരിപാടികൾ, അതിലേക്ക് പലപ്പോഴും ഇത് മാറുമ്പോൾ കേവലം ഇത്തരം സുദിനങ്ങളൊക്കെ ഒരു ഇറച്ചിപ്പെരുന്നാളായിട്ട് അവശേഷിക്കുന്നു, അധപ്പതിക്കുന്നു എന്നുള്ളത്. അതൊരു തരം അധപ്പതനമാണ്.